കറുപ്പുടുപ്പിടാൻ ആഗ്രഹിച്ച കുട്ടി കറുപ്പുടുപ്പിട്ട് ശരിയായ വ്രതം നോറ്റ് ചെരുപ്പിടാതെ ആ വ്രതകാലം പൂർത്തിയാക്കിയിട്ട് എനിക്ക് അയ്യപ്പനെ കാണാൻ പോകണമെന്ന് ആഗ്രഹിച്ച കുട്ടി ആ കറുപ്പെടുത്ത് സ്കൂളിൽ പോകാൻ ശ്രമിച്ചു. സ്കൂളിൽ കയറ്റിയില്ല. 10 ദിവസമായി സ്കൂളിന് പുറത്ത് നിൽക്കുകയോ പോകാതിരിക്കുകയോ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. പക്ഷേ കുട്ടിക്ക് പരാതിയില്ല. കുട്ടിയുമായി ബന്ധപ്പെട്ട് ആർക്കും ആ പരാതി ഉന്നയിക്കാൻ താല്പര്യവുമില്ല. എന്തുകൊണ്ടായിരിക്കാം കുട്ടിക്ക് പരാതിയില്ലാത്തത്? കുട്ടിയുടെ ജെനുവിൻ ആവശ്യമാണല്ലോ. എൻ്റെ വിശ്വാസ വസ്ത്രം എന്നെ ഇട്ടുകൊണ്ട് എനിക്ക് സ്കൂളിൽ കയറാൻ പറ്റുന്നില്ല. അതൊരു പരാതിയായിട്ട് കുട്ടിക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ അതിന് വലിയ പിന്തുണയും കിട്ടും. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് അത് ഉന്നയിക്കാൻ പറ്റാത്തത്? ഈ നികൃഷ്ടജീവികൾ കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തുണ്ടാക്കിയ ഒറ്റ പ്രശ്നം കാരണമാണ്. എന്താണ് കാരണം? അവനെ പിന്തുണയ്ക്കേണ്ടവന്മാർ കൂടി കൂടെ നിൽക്കാൻ പറ്റാത്ത വിധം മറ്റേതുമാർ കുളവാക്കി വെച്ചിരിക്കുകയാണ്. തട്ടവിട്ടവർ കയറണ്ട. എന്താണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്? അങ്ങനെ വല്ല മൊല്ലാക്കമാരുടെ സ്കൂളുണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചാൽ മതിയെന്ന്. തിരുവനന്തപുരത്ത് നിന്നൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്ന കുറേ മുന്നമാരുണ്ട്. അവന്മാർ എഴുതി വെച്ചാൽ എന്താണ്? അങ്ങനെ തട്ടവിട്ട് മാത്രമേ പറ്റുള്ളെങ്കിൽ പഠിക്കേണ്ട, വേറെ വല്ല പണിക്ക് പോട്ടെ എന്ന്. അപ്പോൾ ഈ ചെക്കൻ, ഈ പാവം പിടിച്ച മനുഷ്യൻ, അവൻ്റെ കറുത്ത വസ്ത്രത്തിൻ്റെ അവകാശം ഉന്നയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവന്മാരിത് കുളമാക്കി വെച്ചിരിക്കുകയല്ലേ. എങ്ങനെ കേരളത്തിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടും? അങ്ങനെ മതവസ്ത്രം വിട്ട ഒരുത്തനും ഒരു സ്കൂളിലും കയറണ്ടെന്നാണ് അവനെ പിന്തുണയ്ക്കേണ്ട ഈ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവർ പോലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ നശിപ്പിച്ചതാണിത്. അതിൻ്റെ തിക്തഫലം ആരും അനുഭവിക്കുന്നു? അന്ന് ഈ പറയുന്ന വർഗീയ ഭ്രാന്തന്മാരെ മാനസികമായിട്ടെങ്കിലും പിന്തുണച്ച മനുഷ്യന്മാർക്കുള്ള പാഠമാണിത്. നിങ്ങൾ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ശബരിമലയിലെ മാലയിട്ടൊരു സ്കൂളിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. മിണ്ടാൻ പറ്റാതെ വരുമെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് ഒറ്റ ഒരുത്തം മിണ്ടുന്നുണ്ടോ? സിദ്ധാന്തങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരുത്തം മിണ്ടുന്നുണ്ടോ? ഇപ്പം പല ആൾക്കാരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും വീഡിയോകളും നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ആ സെയിൻറ്റ് റീത്ത സ്കൂളിൽ ബഹളം ഉണ്ടാക്കി വലിയ ഡയലോഗ് ഇട്ട ഈ വിഷയം കഴിഞ്ഞിട്ട് പിന്നെയും വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന കക്ഷിയുണ്ട്. അയാൾ ഇപ്പോൾ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്, PTA പ്രസിഡന്റ്. അയാളുടെ പണി ഉദ്ദേശവും വേറെയായിരുന്നു. അതിന് അദ്ദേഹം മാക്സിമം കലക്കി. ആ കലക്കലിൻ്റെ കൂടെ നിന്ന് കൊടുത്തു. കെ സുരേന്ദ്രൻ എവിടെ? മുല്ലമാരുടെ സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്ന് പറഞ്ഞ സുരേന്ദ്രൻ എവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ വേറെ വല്ല RSSൻ്റെ സ്കൂളിലും പോയി പഠിക്കട്ടെ എന്ന് ഈ കുട്ടിയോട് പറയാൻ ഇയാൾക്ക് പറ്റുമോ? അങ്ങനെയാണോ നമ്മൾ പറയേണ്ടത്? അപ്പോൾ ആ കുഞ്ഞിനെ ഒരു പരാതി പോലും ഇല്ലാതെ നിശബ്ദനായി 10 ദിവസം സ്കൂളിൽ പോകാതെ വീട്ടിലിരുത്തതിൻ്റെ ഉത്തരവാദിത്വം ഈ കൊച്ചിയിൽ പ്രശ്നം ഉണ്ടാക്കിയ വഷളാക്കിയവന്മാരാണ്. അല്ലെങ്കിൽ എന്തായിരുന്നു? അവിടെ നമുക്കൊരു ന്യൂട്രൽ പൊസിഷൻ എടുത്തിരുന്നുവെങ്കിൽ, മതങ്ങൾക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവരെല്ലാം ഉൾക്കൊള്ളുന്ന സമീപനം ടീച്ചേഴ്സ് എടുക്കണമെന്നായിരുന്നു. അവിടെ എല്ലാവരും കൂടി ഒരു കൺസെൻസസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അവിടെ വന്ന് MP യും MLA യും എല്ലാം അങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചിരുന്നെങ്കിൽ ഈ കുട്ടിയും സംസാരിച്ചേനെ.